ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഹെൽത്തി ആയൊരു ബാർലി ഉപ്പുമാവ് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ബാർലി കഞ്ഞിയും ബാർലി വെള്ളവും ആണല്ലോ ഉണ്ടാക്കി കുടിക്കുന്നത്. എന്നാൽ ഇന്ന് നല്ലൊരു ബാർലി ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇത് ഈസിയായി ഉണ്ടാക്കാനും പറ്റും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് കഴിക്കാൻ വേണ്ടി. ഇതിനു വേണ്ടി 1/2 കപ്പ് ബാർലി നന്നായി കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓവർനൈറ്റ് സോക്കായ ബാർലിയാണ്. ബാർലിക്ക് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തോളും. കുക്കറിലിട്ട് വേവിച്ചാൽ വേഗം വെന്തോളും. പക്ഷേ ഞാനിതൊരു സാധാരണ പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്കിട്ട് ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊരു പാനിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും ജീരകവും പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരു ചെറിയ ഓണിയൻ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓണിയൻ ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഓണിയൻ ഒന്ന് സോഫ്റ്റായി വരുമ്പം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചീൻ്റെ പച്ചമണം മാറി വരുമ്പം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ പച്ചമണവും കൂടി ഒന്ന് മാറി വരണം. ക്യാരറ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് വഴറ്റുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഓരോന്ന് സെപ്പറേറ്റ് ഇട്ട് വഴറ്റി വരുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ബാർലി വേവിക്കുമ്പോൾ ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ക്യാരറ്റും ഉള്ളിയെല്ലാം കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആകാനും കുറച്ചും കൂടി ഹെൽത്തി ആകാനും കൂടി വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ മല്ലിയില നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ബാർലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ബാർലി ഇട്ട് കൊടുക്കുന്നില്ല, പകുതി ബാർലി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കി പകുതി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാർലി ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ബാർലീൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ബാർലി ഏത് ഫോമിൽ വേണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം ക്യാരറ്റും ഉള്ളിയും ബാർലിയും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. യൂട്രസിൻ്റെ ആരോഗ്യത്തിനും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനും ബാർലി കഴിക്കുന്നത് നല്ലതാണ്. ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും തടി കുറയാനും ബാർലി കഴിക്കുന്നത് നല്ലതാണ്. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ബാർലി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ബാർലി ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ബാർലി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ കഴിച്ചു നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.